നമസ്കാരം, ഞാൻ അനീഷാണേ. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു ഐറ്റമാണ് ഇത്. ഈ ഒരു ഒറ്റ കറി മതി വയറ് നിറച്ച് ചോറിനാനെ. ഞങ്ങൾ വീട്ടിൽ പിള്ളേർക്കും ഞങ്ങൾക്കൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കാറുള്ളതാണ്. ഒരു സവാളയുടെ പകുതി കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിയുക, ഇച്ചിരി മല്ലിച്ചപ്പ് എടുക്കുക, പിന്നെ ഇതുപോലെ നല്ല തൈര് എടുത്തിട്ട് ആവശ്യത്തിനെടുത്താൽ 4 സ്പൂൺ ഞാനിവിടെ എടുക്കുന്നത്. തൈര് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ സവാള ചേർത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പിപ്പോൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 2 മുട്ട പുഴുങ്ങിയത് നമ്മൾ 4 പീസ് കിട്ടും. ആ 4 പീസ് അതിനകത്തോട്ട് വെച്ചേക്കും. ഇങ്ങനെ ഒരു പാനെടുത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഇച്ചിരി ജീരകം ചേർക്കുക. ജീരകം ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കുക. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്, അതും ചേർക്കുക. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക. അത് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയും തൈരിൻ്റെ മുകളിലോട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണേ. ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണേ. അടിപൊളി സാധനമാണ്. ചോറിൻ്റെ കൂടെയാണ് ഞങ്ങൾ കൂടുതലും കഴിക്കുന്നത്. ചോറിപ്പോൾ ചാക്കരി ആയാലും കുത്തിരി ആയാലും ഒരു കുഴപ്പമില്ല. ഇത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ വെളിച്ചെണ്ണയുടെയും നമ്മളാ മൂപ്പിച്ച മുളകിൻ്റെയും ആ മല്ലിയിലയും സവോള എല്ലാം കൂടെ മിക്സായിട്ട് വരുമ്പോഴല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് കഴിച്ചു നോക്കണം. ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത്ര സിമ്പിൾ റെസിപ്പി ഉണ്ടായിട്ടും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയോ. പിന്നീട് ഉണ്ടാക്കാനാണെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെച്ചോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ സ്വന്തം കോട്ടയം ഫാമിലി.